ഇന്നത്തെ യാത്ര ഒരു പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ് കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്യണ കണ്ടപ്പോൾ ഉമ്മാക്കൊരു മോഹം, ഇന്ന് നമുക്ക് പോയാലോ എന്ന്. എങ്ങട്ടാ? ഒരുപാട് ദിവസം മുന്നേ പറഞ്ഞതാണ് കേട്ടോ പോകണം എന്നുള്ളത്. പക്ഷേ മഴ പെയ്തിട്ട് ഞാൻ പുറത്തേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഴുകി നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം മഴ പെയ്തപ്പോൾ ആണ് ഇമ്മ ഈ യാത്രേനെ പറ്റി പറഞ്ഞത്. പിന്നെ ഞാൻ എല്ലായിടത്തും റെഡിയാണല്ലോ, അപ്പം ഇനി വണ്ടി കയറ്റി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇമ്മാക്ക് ഇപ്പം അല്ലാതെ കൂടെ ഒരാളും കൂടി വേണം. അതുകൊണ്ടാണ് ഇന്നെ കൂടെ കൂട്ടുന്നത്. ഉമ്മാക്ക് ഒരാൾ കൂടെ ഇല്ലാണ്ട് ഉമ്മാക്ക് പോകൽ നടക്കില്ല. അപ്പം ഞങ്ങൾ പോയത് മമ്പറം സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ മുന്നിലൊരു ഹോട്ടലിൽ കയറി വെക്കുമ്പോൾ ഇപ്പം ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പാക്ക് ദേഷ്യം വരാണ്. ഇപ്പാനോട് ഞാൻ കുറേ ചെറുക്കാനൊക്കെ പറഞ്ഞു. ഇപ്പാക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് കൊടുന്നു തന്നു കേട്ടോ. എന്നിട്ടും തിരിഞ്ഞ് നോക്കില്ല കേട്ടോ. അതിലൊരു പ്ലേറ്റിൽ നമ്മൾ കഴുകിയിട്ട് വൃത്തിയാവാത്തുണ്ടായിരുന്നു. പിന്നെ ഇപ്പം അത് ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. പ്ലേറ്റ് മാറ്റിച്ച് കൊടുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പൊറോട്ട കൊടുന്നു. ഭയങ്കര അടിപൊളി പൊറോട്ട, കണ്ടാൽ തന്നെ അറിയാം കേട്ടോ നല്ല പൊറോട്ടയാണെന്ന്. പിന്നെ മീൻകറിയാണ് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് പൊതുവേ ഹോട്ടലത്തെ മീനിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അത് ഈ വലിയ മീനാകുമ്പോൾ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ഒരു വെള്ളപ്പാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ ഈ പൊറോട്ടയുടെ രസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞാനും ഉമ്മയും കൂടി. അപ്പോൾ ഇപ്പം അടുത്ത പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഒന്ന് മേടിക്കാറ്. ഇപ്പൊക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി പൊറോട്ട വേണ്ട, വല്ല പപ്സോ അങ്ങനെ എന്തെങ്കിലും എണ്ണക്കടി എന്തെങ്കിലും മതി. അപ്പോൾ ഇപ്പോൾ പപ്സ് വാങ്ങി തന്നു. പക്ഷേ വസ്തിനാകട്ടോ, പൈസ കൊടുത്ത് വാങ്ങിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ള് കഴിച്ചു. തിരിച്ച് വരുന്ന സമയം നല്ല വെയിൽ. അമ്മ പറഞ്ഞു, വെയിൽ സഹിക്കാൻ വയ്യട്ടോ, അതിന് ചൂടാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.